നമ്മളിന്ന് കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ചെറുതായി ഞാൻ എടുത്ത നോട്ടുകളും അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില അറിവുകളും റാങ്ക് ഫയൽസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കാലാവസ്ഥ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലം, എറണാകുളം ജില്ലയിലെത്തിയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. വയനാട് വൈത്തിരിക്കടുത്തുള്ള ലക്കിടിയാണ്. ലക്കിടി 2 ജില്ലകളിൽ, പാലക്കാട്, വയനാട് എന്നുള്ള 2 ജില്ലകളിലും ലക്കിടി എന്നുള്ള സ്ഥലമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന താലൂക്ക് എന്ന് പറയുന്നത് ഹോസ്ദുർഗ് താലൂക്കാണത്, കാസർഗോഡാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കിയിലാണ്. ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന തിരുവനന്തപുരത്തും. അതുപോലെ ചിന്നാറിന് പറയുന്ന വേറെ പേരാണ് നിഴൽ പ്രദേശമെന്ന്. ഇനി പശ്ചിമഘട്ടം അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. പർവ്വതത്തിന് അഭിമുഖമായ സ്ഥലത്തിന് മേഘം രൂപീകരിക്കുന്നു. അതായത് പർവ്വതങ്ങളിൽ അതിനഭിമുഖമായ സ്ഥലത്ത് മേഘം രൂപീകരിച്ചുണ്ടാകുന്ന മഴയെയാണ് ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നത്, ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത്. ഇനി സംവഹന വൃഷ്ടി എന്താണെന്ന് നോക്കാം. അതായത് നല്ല ചൂടുള്ള സമയങ്ങളിൽ ഭൂമി നല്ലവണ്ണം ചൂടാകും, അത് മേഘമായിട്ട് അത് തണുത്ത് മഴ പെയ്യുന്നു. ഇങ്ങനെ ഇത്തരം മഴ സാധാരണയായിട്ട് ഉച്ച കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഉച്ചമഴ അല്ലെങ്കിൽ ഉച്ചയ്ക്കുണ്ടാകുന്ന മഴയെ ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ സംവഹന വൃഷ്ടി എന്ന് പറയുന്നു. 4 മണി മഴ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. സംവഹന വൃഷ്ടിയെ 4 മണി മഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ചക്രവാത വൃഷ്ടി, തണുത്ത കാറ്റ് ഒരു ഭാഗത്തുകൂടെ വന്ന് ചൂടുള്ള കാറ്റ് ഒരു ഭാഗത്തൂടെ വേറെ രൂപപ്പെടുന്നു. അപ്പം തണുത്ത വായു ചൂടുള്ള വായുവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സാന്ദ്രത കൂടിയിട്ടുള്ള തണുത്ത വായു സാന്ദ്രത കുറഞ്ഞ ചൂടുള്ള വായുവിനെ ഉയർത്തും. അപ്പോഴുണ്ടാകുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ പ്രദേശത്ത് ഉൾപ്പെടുന്ന മേഘമാണ്. അതുപോലെ ഘനീഭവിച്ചുണ്ടാകുന്നതാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. ഉഷ്ണമേഖല കാലാവസ്ഥയിൽ ഉയർത്തപ്പെടുന്ന മേഘമാണ് ആലിപ്പഴം ഉണ്ടാക്കുന്നത്. വിർഗ എന്ന് പറഞ്ഞാൽ മരുപ്രദേശത്ത് ഉണ്ടാകുന്ന മഴയെ നമ്മൾ പറയുന്ന പേരാണ് വിർഗ എന്ന് പറയുന്നത്. മഴയ്ക്ക് കാരണമായ മഴമേഘങ്ങളെ പറയുന്ന പേരാണ് ക്യുമുലോ നിംബസ് മേഘങ്ങളെന്ന്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും ചൂടുള്ള പ്രദേശം എന്ന് പറയുന്നത് പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ജില്ല പാലക്കാടാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് അല്ലെങ്കിൽ ചുരം എന്ന് പറയുന്നത് 30 തൊട്ട് 40 കിലോമീറ്റർ വീതിയിലുള്ള പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ചുരം എന്നും പാലക്കാട് ചുരത്തിനെ പറയുന്നു. ഈ ചുരത്തിലൂടെ തമിഴ്നാട്ടിലൂടെയുള്ള ഉഷ്ണക്കാറ്റ് പാലക്കാടിലേക്ക് വരും. ഈ പശ്ചിമഘട്ടത്തിലുള്ള വേറൊരു ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. ഇനി ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, 8 ഡിഗ്രി തൊട്ട് 12 ഡിഗ്രി അത് നമ്മുടെ ഉത്തരഅക്ഷാംശമാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഉത്തരമേഖല മൺസൂൺ കാലാവസ്ഥയെ തിരിച്ചിരിക്കുന്നു. ശൈത്യകാലം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ളതും, വേനൽക്കാലം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയും, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അതുപോലെ വടക്ക് കിഴക്ക് മൺസൂൺ കാലാവസ്ഥ, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് മാങ്ങ ശരിക്കും ആദ്യമായിട്ട് നമ്മൾ അതിൽ കുറേ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ മാംഗോ സിറ്റി മുതലമടയിലാണ്. മാംഗോ ഷവർ അറിയാം, അത് നമുക്കറിയാം. മാവിൽ മാങ്ങ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടം ഈ വേനൽമഴയിലൂടെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ റെയിൻ എന്നാണ് മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ജൂലൈ മാസമാണ്. ഏറ്റവും കുറച്ച് ഇപ്പോൾ നമ്മുടെ മഴയുടെ രീതികളൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയുള്ള അറിവിൽ PSCക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അതിൽ കുറച്ച് മഴ ജനുവരി മാസം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ നമുക്ക് ജനുവരി മാസമാണ് കിട്ടുന്നത്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്ററാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിന് ഒക്ടോബർ 8 നവംബറിലൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ തുലാമഴയാണ്. തുലാമഴ അത് തെക്ക് ഭാഗത്തിലൂടെ സാധാരണ നമുക്ക് ശക്തമായിട്ട് ആ തെക്ക് ഭാഗത്താണ്, കേരളത്തിൽ തെക്ക് ഭാഗത്താണ് കൂടുതലായിട്ട് കിട്ടുക. ഇനി നെൽകൃഷിയെ ഈ പറഞ്ഞ പോലെ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള നെൽകൃഷിനെയാണ്. നെൽകൃഷിയിൽ ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ്, മേടം, ചിങ്ങം എന്നീ മാസങ്ങളാണ് വിരിപ്പ് നെൽകൃഷി ഉണ്ടത്. ഇനി മുണ്ടകൻ സെപ്റ്റംബർ ഡിസംബർ മാസത്തിലാണ്. പുഞ്ച 3ആം വിള എന്ന് പറയും. അത് പുഞ്ച കൃഷിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും പേര് കേട്ട പ്രദേശമാണ് കുട്ടനാട്. ജനുവരി ഏപ്രിലാണ് ഈ പുഞ്ച കൃഷി നടത്തുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, സാധാരണ ഈ പഴമക്കാർ ഒരു കലണ്ടർ അനുസരിച്ചിട്ടാണ് കൃഷി ചെയ്യേണ്ടായിരുന്നത്. അതിന് സൂര്യനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് ഒരു കാർഷിക കലണ്ടർ, ജ്യോതിശാസ്ത്ര കലണ്ടർ എന്ന് പറയാം, അത് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. 13.5 ദിവസമാണ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് സൂര്യൻ നീങ്ങും. അതിന് ഞാറ്റുവേല അല്ലെങ്കിൽ ഞാറ്റുവേള 13.5 ദിവസം, അതായത് 365 ദിവസത്തിനെ
13.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. അതാണ് നമ്മൾ മലയാള മാസത്തിലെ 27 എന്നുള്ളത് നോക്കുന്നത്. ഒരു ദിവസത്തിലപ്പോൾ 27 ഞാറ്റുവേല സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഈ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നെൽകൃഷിയൊക്കെ അവർ ഇറക്കാനായിട്ട് ഈ കലണ്ടറൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവാതിര ഞാറ്റുവേല, അപ്പോൾ അത് തിരുവാതിരയ്ക്ക് തിരുമുറിയാതെ മഴ പെയ്യുന്നു എന്നുള്ളൊരു ചെറിയൊരു പഴഞ്ചൊല്ലും കൂടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റാങ്ക് ഫയലുള്ള കാര്യങ്ങളും കൂടി നോക്കാം. കാലാവസ്ഥയെ കുറിച്ച് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖലയാണ് ഉഷ്ണമേഖല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ അറബിയിൽ നിന്നാണ്. അതുപോലെ മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് എന്ന് പറയുന്ന ഗ്രീസിലെ ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എന്ന് പറയുന്നത് AD 45 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. ഏറ്റവും കുറവ് നമ്മൾ നേരത്തെ പറഞ്ഞു ജനുവരി. മൺസൂണിന് മുമ്പായി എത്തുന്ന വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലാണ്, എറണാകുളത്തെ. കേരളത്തിലെ ഏറ്റവും കുറവ് ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി, വയനാട്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ. കേരളത്തിൽ പ്രധാനമായും 4 തരം കാലാവസ്ഥകളാണ് കണ്ടുവരുന്നത്. അതിൽ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി, വേനൽക്കാലം മാർച്ച് മെയ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ, വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ. ശൈത്യകാലത്തിൽ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരുന്നു. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. വേനൽക്കാലം മാർച്ച് മാസം തൊട്ട് മെയ് മാസം വരെയാണ്. അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കാലയളവാണ്. പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചുടുകാറ്റിൻ്റെ ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരാറുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പുനലൂർ, കൊല്ലത്താണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ, കാലവർഷം, ഇടവപ്പാതി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇടവപ്പാതിയിലാണ്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം. തുലാവർഷത്തിൻ്റെ കാലയളവ് ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴ തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. ഇനി ചോദ്യമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നുള്ള പേരിലാണ്. ഇത്രയാണ് കാലാവസ്ഥ എന്ന ഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനിയും റിവൈസ് ചെയ്ത് കാണാം. താങ്ക് യു.